advanced stage of glioblastoma. It's actually 4 stage ആയി. മിഡ് ലൈൻ ഓൾറെഡി ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് സാധാരണ നമുക്കറിയാലോ, പ്രോബബ്ലി 50-70 ഇയേഴ്സിന്റെ ഏജിലാണ് വരുന്നത്. സാധാരണ ഇവരുടെ കേസിൽ മിക്കവാറും ഇത് ആദ്യം ഒരു ചെറിയ തലവേദന, ചെറിയൊരു ട്യൂമറായി തുടങ്ങി, ശ്രദ്ധിക്കാതെ ഇത്രയും വലുതായി പോയതായിരിക്കാം. സാറിന്റെ എക്സ്പീരിയൻസിൽ റിക്കവർ ചാൻസ്? ഇതുവരെ എന്റെ എക്സ്പീരിയൻസിൽ ഈ ഒരു അസുഖം വന്ന ഒരാൾ രക്ഷപ്പെട്ടിട്ടില്ല. ഇരിക്കുമാ. ഉമ്മക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലേ? ഇല്ല, ഇപ്പൊ നല്ല സുഖമുണ്ട്. ഉമ്മയ്ക്ക് ഞാൻ പറയുന്നതിൽ വിഷമം തോന്നരുത്. എന്തും നേരിടാനുള്ള ശക്തിയാണ് ഒരു മനുഷ്യന് ആദ്യം വേണ്ടത്. മനോധൈര്യവും ഈശ്വരവിശ്വാസവും ഉണ്ടെങ്കിൽ ഒരുവിധം അസുഖങ്ങളെയൊക്കെ നമുക്ക് തോൽപ്പിക്കാനാവും. ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത ഒരു രോഗമാണ് ഉമ്മയ്ക്ക്. സത്യത്തിൽ ഉമ്മയുടെ അസുഖത്തിന്റെ സീരിയസ്നെസ് ഉമ്മയോടല്ല പറയേണ്ടത്, ഉമ്മയുടെ ബന്ധുക്കളോടാണ്. ഉമ്മയ്ക്ക് കാര്യമായിട്ട് ആരുമില്ലാത്തതിനാൽ തന്നെ എനിക്കിത് നേരിട്ട് പറയുവാനും നിർത്തിയുള്ളൂ. ഉമ്മയ്ക്ക് ട്യൂമറാണ്, ബ്രെയിൻ ട്യൂമർ. ചികിത്സിച്ച് ഭേദമാക്കാവുന്നതിന് രോഗം എത്രയോ അധികരിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ ഉമ്മയ്ക്ക് എത്ര ദിവസമുണ്ടെന്ന് പോലും. സോറി. ഉമ്മ അപ്സെറ്റ് ആവരുത്, വല്ലാതെ പുറത്തുനിന്ന് പോകരുത്. തലയിളക്കാതെ വിശ്രമിക്കുക, എഴുതിത്തരുന്ന മരുന്ന് കൃത്യമായി കഴിക്കുക, പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നേരം മറന്നൊരു സൂര്യനു ചായുവാൻ മാറത്തൊരിടമൊരുക്കി. നേരം മറന്നൊരു സൂര്യനു ചായുവാൻ മാറത്തൊരിടമൊരുക്കി. പാരാവാരമേ കാത്തിരിപ്പല്ലോ നീ തീരാത്ത നോവൊതുക്കി. കണ്ണുനീരിന്റെ തിരയടക്കി, കണ്ണുനീരിന്റെ തിരയടക്കി. നേരം മറന്നൊരു സൂര്യനു ചായുവാൻ മാറത്തൊരിടമൊരുക്കി. പാരാവാരമേ കാത്തിരിപ്പല്ലോ നീ തീരാത്ത നോവൊതുക്കി. കണ്ണുനീരിന്റെ തിരയടക്കി, കണ്ണുനീരിന്റെ തിരയടക്കി. ജീവിത കൂരയ്ക്കു കീഴിൽ നിൻ താരാട്ടൊരീണം തിരഞ്ഞരാവിൽ. ചോരുന്ന ജീവിത കൂരയ്ക്കു കീഴിൽ നിൻ താരാട്ടൊരീണം തിരഞ്ഞരാവിൽ.
രാവിൽ ഉറങ്ങാൻ മറന്നും ഉലഞ്ഞും തെളിഞ്ഞും ഉറങ്ങാൻ മറന്നും ഉലഞ്ഞും തെളിഞ്ഞും ഉമ്മറക്കോലായിൽ കൂട്ടിലിരുന്നൊരു ചിമ്മിരി നാളം മാത്രം സ്നേഹം ചിന്തിടും ഹൃദയം മാത്രം നേരം മറന്നൊരു സൂര്യനു ചായുവാൻ മാറത്തൊരിടമൊരുക്കി നേരം മറന്നൊരു സൂര്യനു ചായുവാൻ മാറത്തൊരിടമൊരുക്കി പാരാവാരമേ കാത്തിരിപ്പല്ലോ നീ തീരാത്ത നോതുക്കി കണ്ണുനീരിന്റെ തിരയടക്കി കണ്ണുനീരിന്റെ തിരയടക്കി എല്ലാം കുറിച്ചിട്ടൊരായുസിൻ താളുകൾ ഏതോ കൊടുങ്കാറ്റെടുത്തെറിഞ്ഞോ എല്ലാം കുറിച്ചിട്ടൊരായുസിൻ താളുകൾ ഏതോ കൊടുങ്കാറ്റെടുത്തെറിഞ്ഞോ കരിഞ്ഞു കനവും കളിയും ചിരിയും കരിഞ്ഞു കനവും കളിയും ചിരിയും കണ്ണൊന്നടച്ച് തുറക്കുമ്പോഴേക്കും കാലം ജലം പോൽ മാഞ്ഞോ മുന്നിൽ കാലം കീഴ്മേൽ മറിഞ്ഞോ നേരം മറന്നൊരു സൂര്യനു ചായുവാൻ മാറത്തൊരിടമൊരുക്കി നേരം മറന്നൊരു സൂര്യനു ചായുവാൻ മാറത്തൊരിടമൊരുക്കി പാരാവാരമേ കാത്തിരിപ്പല്ലോ നീ തീരാത്ത നോതുക്കി കണ്ണുനീരിന്റെ തിരയടക്കി കണ്ണുനീരിന്റെ തിരയടക്കി ആ ഞാൻ പോരാ. ഒരു മണി അരിയില്ല ഇവിടെ. വേണ്ട വേണ്ട, ഞാൻ പോയി വാങ്ങിക്കൊണ്ടോന്നോളാം. ഈ ആരോട് എന്തെങ്കിലും പറഞ്ഞാ പിന്നെ അതായാലും വലിയ തലവേദനയാവും. അതല്ലെങ്കിലും അനക്ക് ബിരിയാണിന്റെ അരി ഒന്നും നോക്കി വാങ്ങാൻ അറിയില്ല. അപ്പൊ ബിരിയാണി ഉണ്ടാക്കണേ ഞാൻ പോയി വാങ്ങിക്കൊണ്ടോളാം. ഈ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും. ഇല്ലമ്മ, ഞാൻ ആരെ പറ്റി ഒന്നും പറയില്ല. 500 കോഴി അരക്കിലോ അരിയും വാങ്ങിക്കോ. ഇവിടെ നോക്കിയാ എന്റെ കുട്ടി ആരോടൊന്നും പറയാൻ നിക്കാണ്ട് വേഗം ഇങ്ങോട്ട് വരണട്ടാ. ഇല്ലമ്മ, ഞാൻ വേഗം പോയി തരാം. ആ ചേരി നോക്കണ നോട്ടം കണ്ടില്ലേ? തക്കാളി പട്ടിട്ടുള്ളത് പേടിച്ചായി നോക്കണുണ്ട്. അല്ലാ, നിക്കണവിടെ. ആമിന, ആമിന, അല്ല ആചാര് എവിടെ? ആര്? അന്റെ കരിനാക്കൻ എവിടെയെന്ന് അത് കേറി നോക്കണ അവിടെ. എന്താ ആചാര്? അതൊക്കെ ഓൻ വരട്ടെ, ഞാൻ പറഞ്ഞുതരാ. എന്റെ കുട്ടി, എന്റെ കുട്ടി ഒന്നും ചെയ്യല്ലേ. എന്റെ കുട്ടീനെ കൊണ്ട് എവിടെയെങ്കിലും പോയി ഞാൻ ജീവിച്ചോളാം. പോണം. ഇന്നൊരു രാത്രി കൂടി നിങ്ങൾ ഉമ്മാക്കും മോനും ഞാൻ സമയം തരും.
നാളെ നേരം വെളുക്കുമ്പോ രണ്ടെണ്ണത്തിന് ഈ നാട്ടിൽ കണ്ടാൽ തല്ലിക്കൊന്ന് ഏതെങ്കിലും പൊട്ടക്കിണറ്റ് താഴ്ത്തും. നാളെ നമ്മളെ കൊടുക്കാൻ പോവാ. നമ്മള് പോവാ. ഉമ്മക്ക് പോലും പോവാനുള്ള വഴി ഉമ്മ കണ്ടിട്ടുണ്ട്. എന്റെ കുട്ടി കരണ്ട. എങ്ങനെ ചെമ്മയായിട്ട് ഇത് കുടിക്കണേ? കൊടല് കത്തിപ്പോവില്ലേ? ഒറ്റത്തടിയല്ലേ പോക്കർക്ക, ചത്തുപോവാണെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ. അന്റെ ഉള്ള തിജ്ജെന്താന്ന് എനിക്കറിയാ. അന്റെ ചേല് തന്നെ ഞാനും. ഉള്ളിൽ ആറ്റുനോത്ത് കൊണ്ടുവരുന്ന പെണ്ണ് ചതിച്ചേനോണ്ടാ ഞാൻ ഒറ്റാൻ തടിയായിപ്പോയത്. എനിക്കൊന്നേ പറയാനുള്ളൂ, ഇന്റെ ഗതി അനക്കുണ്ടായിരുന്നു. മനസ്സിലായില്ല? അന്റെ ഉള്ളിലെ കിനാവ് എനിക്കറിയാ. പാത്തുമ്മ കുട്ടീന്റെ മോളെ ജീന്നല്ല, ഏതൊരാണും മോയിച്ചു പോവും. പുല്ല് തിന്നണ്ട് പജ്ജ കരിമേ, പട്ടിയല്ല. എന്താ പോക്കർക്ക? അല്ല, എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. അന്നോണ്ട് പറയണ്ടാന്ന് ഞാൻ കുറെ ആലോചിച്ചു. പക്ഷെങ്കില് എന്റെ മനസ്സ് സമ്മതിക്കുന്നില്ല. നിങ്ങൾ വളച്ചു കെട്ടാതെ കാര്യം പറയുന്നു. ഔക്കറിന്റെ കാര്യം എനിക്ക് പറയാനുള്ളത്. അന്റെ റസിയാന്റെ അടുപ്പത്തില് എനിക്ക് ചില തംസങ്ങളൊക്കെ ഉണ്ട്. ഓളെ ഓരോ വരവിലും ഓള് പല സാധനങ്ങളും ഓള് ഓനക്ക് കൊണ്ടേ കൊടുക്കണ്ട്. ആ നിലപാട് മുന്നോട്ട് പോയാലേ ഇജൊന്നല്ലാത്തവനാവും. അല്ലപ്പോ കാര്യം മന്ദപ്പനാണെങ്കിലും ഔക്കർ ഒരാണാ. അല്ല, തൊട്ടൊരുമയുള്ള കളി കാര്യായാല് കൊല്ലും ഞാനവനെ. അല്ല, അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പറയില്ല. പക്ഷെങ്കില് അങ്ങനെ ഒരു തീരുമാനം ഇന്ന് രാത്രി എടുത്താല് ഇലക്കും മുള്ളിനും കേടില്ലാണ്ട് അനക്ക് തടിയില്ല. പുത്തമ്പുറക്കൽ ആചാര് നാളെ നേരം വെളുക്കുമ്പോ ഔക്കറിനും ആമിനെയും ആടെ കണ്ടാല് കൊല്ലുന്നാ പറഞ്ഞേ. അതിപ്പം ഇന്ന് രാത്രി ആയാലും ആചാരായി ചെയ്തെന്ന് നാട്ടുകാർ പറയും. എനിക്ക് എന്റെ ഒരു വാക്കുമതി. നാളെ നമ്മക്ക് നിക്കാതെ നടത്താം. എന്നെ കുളിപ്പിക്കണമ്മ. എനിക്ക് കയ്യില് കുളിക്കാൻ ഇനി വെള്ളം വരണോ? കണ്ടിട്ട് പറഞ്ഞ ചാകാന് മതിയോ? ഈ കുപ്പായം പുതിയതാ. അനക്കിഷ്ടായോ? പിന്നെ എനിക്ക് പേരിട്ട് ഇഷ്ടായി. നല്ല രസല്ലേ? ഇപ്പോഴാട്ടെ നോക്കുന്ന സ്റ്റാൻ കൂടിയേ. ഉമ്മാക്ക് എന്നെ എന്നോട് സ്നേഹമല്ലേ ഉണ്ടായിട്ടുള്ളൂ. മോന് വിശക്കണില്ലേ? ഉമ്മ എനിക്ക് ബിരിയാണി വിളമ്പി തരട്ടെ? ആ വേണം. എനിക്ക് എന്റെ മാണം കണ്ടിട്ട് ഇവിടെ നിൽക്കാൻ പറ്റാ. ഉമ്മ വിളമ്പി തരാം. ഇതേ
ബിരിയാണിക്ക് രസം കൂട്ടുന്ന മരുന്ന് തന്നെ മുഴുവൻ ഒഴിച്ചാളി. ഇന്ന് ഉമ്മ വാരിത്തരാം. നമുക്കൊന്നും പറ്റില്ല. ഇവിടെ നിൽക്ക്. ഉമ്മ ഉണ്ട് മോനെ, മോനെ ഉമ്മ ഉണ്ട്. സൂര്യനുച്ചായുവാൻ മാറത്തൊരിടമൊരുക്കി പാരാവാരമേ കാത്തിരിപ്പല്ലോ നീ തീരാത്ത നോവതുക്കി കണ്ണുനീരിന്റെ തിരയടക്കി കണ്ണുനീരിന്റെ തിരയടക്കി നേരം മറന്നൊരു സൂര്യനു ചായുവാൻ മാറത്തൊരിടമൊരുക്കി ചോരുന്ന ജീവിത പുരയ്ക്കു കീഴിൽ താരാട്ടൊരീണം തിരഞ്ഞരാറിൽ ഉറങ്ങാൻ മറന്നും ഉലഞ്ഞും തെളിഞ്ഞും ഉമ്മറക്കോലായി കൂട്ടിനിരുന്നൊരു ചിമ്മിനി നാളം മാത്രം സ്നേഹം ചിന്തിടും ഹൃദയം മാത്രം നേരം മറന്നൊരു സൂര്യനു ചായുവാൻ മാറത്തൊരിടമൊരുക്കി